ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് ഒരു പ്രശിഷ്ട വ്യക്തിയാണ്. മലയാളികൾക്ക് ഇവിടെ ഖത്തറിലുള്ള മിക്ക മലയാളികൾക്കും ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യം വരില്ല ഈ ഒരു വ്യക്തിയെക്കുറിച്ച് പറയാനാണെങ്കിൽ. മറ്റാരുമല്ല, നൗഫൽ അബ്ദുൾ റഹ്മാൻ, ഡെപ്യൂട്ടി ജനറൽ മാനേജർ മലയാളം 98.6 QFM. നൗഫൽക്ക, നമ്മൾ ജാംബോക്സ് പ്രൊഡക്ഷൻ്റെ ആദ്യത്തെ ഒരു ഈവൻ്റാണ് ഈ ക്രിക്കറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഒരു വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ ഇല്ലാത്ത രീതിയിൽ. അതുമാത്രമല്ല, ഈ ഒരു ട്രോഫി തന്നെ ഇപ്പോൾ അവസാനത്തെ ദിവസമാണ് നമ്മൾ റിവീൽ ചെയ്തിരിക്കുന്നത്. ഈ ഒരു വ്യത്യസ്തമായ ഒരു ക്രിക്കറ്റിനെ കുറിച്ച് നൗഫൽക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത്? ജാംബോക്സ് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു ഇവൻറ്റ് വളരെ നന്നായിട്ട് കൺക്ലൂഡ് ചെയ്യുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷം. അതോടൊപ്പം ഈ ഒരു ട്രോഫിയുടെ ഡിസൈൻ ആദ്യം വന്നിട്ട് ഞാൻ ചോദിക്കുകയാണ് ചെയ്തത്, അതായത് ഈ ഡിസൈൻ ആരാ ചെയ്തതെന്നുള്ളത്. അപ്പോൾ അത് തന്നെ തുടക്കത്തിൽ തന്നെയുള്ളൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു സംഭവമായിട്ട് ഫീൽ ചെയ്തു. അതിൽ നടത്തിപ്പിലായാലും ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ആയാലും കോർഡിനേഷനിലും എല്ലാത്തിലും ഓർഗനൈസിങ്ങിലും എല്ലാത്തിലും ഒരു വ്യത്യസ്തത കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചൊരു വലിയൊരു ടീം എൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് അറിയാം. അതിനെല്ലാവിധ ആശംസകളും. ഇനിയും മുന്നോട്ട് നിങ്ങൾക്ക് ജാംബോക്സിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതെല്ലാം മുന്നോട്ട് നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങൾക്കുണ്ടാവും. താങ്ക് യു നൗഫൽക്ക. അതുമാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ എന്ന് പറഞ്ഞത് നമ്മൾ ലോകത്തെല്ലാവരും ഇപ്പോൾ സങ്കടപ്പെടുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മുടെ മൽഹാർ റൂഹിക്ക് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ 11.8 മില്യൺ ഖത്തർ റിയലാണ് അതിനിപ്പോൾ ആവശ്യം. ഇപ്പോൾ അത് പിന്നെ മുന്നേറി നിന്ന് ചെയ്യുന്നത് നിങ്ങളുടെ ടീമാണ്. അതിൽ തന്നെ ഒരുപാട് നന്ദിയുണ്ട്. ഒരു മനുഷ്യത്വത്തിൻ്റെ പുറത്ത് തന്നെ നിങ്ങളുടെ ഒരുപാട് നന്ദിയുണ്ട്. അത് എത്രത്തോളം മുന്നോട്ട് പോകുന്നുണ്ട്? നേരത്തെ പറഞ്ഞതിലൊരു ചെറിയ തിരുത്തുണ്ട്. അതായത് ഞങ്ങൾ മാത്രമല്ല, ഖത്തറിലുള്ള ഏകദേശം മലയാളികളും ഇതിന് പങ്കാളികളാണ്. ഇപ്പം നിലവിൽ അതിൻ്റെ ഒരു 32% അല്ലെങ്കിൽ 31% മാത്രമേ നമുക്ക് തികയ്ക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഇനിയും ഒരുപാട് മുന്നോട്ട് ചെയ്യാനുണ്ട്. അപ്പം എല്ലാവരോടും, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും പറയാനുള്ളത് നമ്മളെല്ലാവരും ഒരു ചെറിയ രീതിയിലെങ്കിലും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. കാരണം നമ്മൾ 4 ലക്ഷം വരുന്ന മലയാളികൾ ഇവിടെ ഖത്തറിലുണ്ട്. ഈ 4 ലക്ഷം വരുന്ന മലയാളികൾ ചെറിയ രീതിയിലെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ ഈ ഒരു വലിയൊരു കാര്യം നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് പറയാനുള്ളത്. അതിലൊരുപാട് ആൾക്കാർ മുന്നോട്ട് വന്നു കഴിഞ്ഞു, സംഘടനകളും ഇൻഡിവിജ്വൽസും അതല്ലാതെ കമ്പനീസായാലും എല്ലാവരും മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇനി നമ്മുടെ ഭാഗത്തുനിന്ന് ഖത്തർ സ്പർശവും അതേപോലെ ഇവിടെയുള്ള ഫാൻസ് എല്ലാ ഫാൻസും കൂടി ചേർന്നുകൊണ്ട് ഒരു വലിയൊരു പദ്ധതി പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും അതും കൂടെ അറിയിക്കുകയാണ്. അതായത് വരും ദിവസങ്ങളിൽ അതിൻ്റെ ഒരു ഫാൻസ് ചലഞ്ച് എന്നുള്ള രീതിയിൽ എല്ലാ ഫാൻസുകാരും, എല്ലാ നമ്മളെ മലയാള സിനിമയുടെ എല്ലാ നടന്മാരുടെയും ഫാൻസായിട്ട് ഇവിടെ കാലങ്ങളായിട്ട് പ്രവർത്തിച്ചു വരുന്ന ഫാൻസിൻ്റെ ഒരു ചലഞ്ച് എന്നുള്ള നിലയിൽ തന്നെ നമ്മൾ അടുത്തൊരു പദ്ധതി അതിന് വേണ്ടിയിട്ട് മുന്നോട്ട് വയ്ക്കുകയാണ്. നമ്മൾ ജാംബോക്സ് പ്രൊഡക്ഷനും ഇതിൻ്റെ ഒരു സപ്പോർട്ട് പിന്നെ തീർച്ചയായും ഉണ്ടാവും. ഇപ്പോഴും നമ്മൾ സപ്പോർട്ട് എല്ലാ രീതിയിലും നമ്മുടെ ഭാഗത്ത് നല്ല രീതിയിലുള്ള സപ്പോർട്ടും നമ്മുടെ ഭാഗത്ത് ഉണ്ടാകുന്നതായിരിക്കും. ഒരു നല്ല കാര്യത്തിന് ഈ ഒരു ലോകം കാണട്ടെ, ലോകത്തിൽ നിന്ന് മുഴുവനും പിന്നെ ഇത്ര നല്ല കാര്യങ്ങൾക്ക് ആൾക്കാർ ഇനിയും മുന്നോട്ട് വരട്ടെ. ലോകത്തിനെ ഒരു രീതിയിലും പിന്നെ ഒരു മോശ രീതിയും ബാധിക്കാതിരിക്കട്ടെ. ജാംബോക്സിന് പ്രത്യേകം അറിയിക്കുകയാണ്. കാരണം ഈ ഒരു ക്രിക്കറ്റ് ഇവൻറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇതിൽ നിന്നൊരു തുക തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു പർപ്പസിന് മാറ്റിവെക്കാം എന്നുള്ളത് ആദ്യം തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമൊക്കെ കൂടിയായിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നത്. അപ്പം ആദ്യം തന്നെ നന്ദി അറിയിക്കുകയാണ് ജാംബോക്സ് ഇവൻറ്റ്സിനും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും. ക്രിക്കറ്റ് ടൂർണമെൻറ്റിന് അതിന് പിന്നിൽ ഒരു വലിയൊരു റീസണും കൂടി ആകുമ്പോഴാണ് നമ്മളുടെ ഒരു ഉദ്ദേശം പൂർണ്ണമാവുന്നത് എന്നുള്ള രീതിയിൽ പറയാം. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ബിഗ് താങ്ക് യു. ജാംബോക്സിൻ്റെ ഇനിയും എല്ലാ ടീംസും നിങ്ങൾ മുന്നോട്ട് വരണം. നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും ഇനിയും ഇതൊരു 1ാമത്തെ സീസണാണ്. ഇനിയും അനേകം സീസണുകൾ ജാംബോക്സിൻ്റെ പുറത്ത് വരുന്നുണ്ട്. അതിലെല്ലാത്തിലും നിങ്ങളുടെ ടീമിൻ്റെയും സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അതുമാത്രമല്ല, QFM ഇപ്പോൾ ഖത്തറിൽ മാത്രമല്ല ലോകത്ത് ഓരോ മുക്കിലും നിങ്ങളുടെ ശബ്ദങ്ങൾ എത്തട്ടെ. നിങ്ങൾ ലോകത്തെ തന്നെ ഏറ്റവും നല്ലൊരു റേഡിയോ ചാനൽ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്.